നമസ്കാരം. ഡെയിലി ന്യൂസ് ശുഭദിനത്തിലേക്ക് സ്വാഗതം. സ്വന്തം ഉള്ളിലേക്ക് നോക്കാനുള്ള കണ്ണാടികൾ ഉപയോഗിക്കണമെന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? ഇന്നത്തെ ശുഭദിന ചിന്തയിലേക്ക്. ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അമൃത്വേണി ഹെയർ എലിക്സിയർ. അന്നായിരുന്നു അവൻ്റെ പഠനം പൂർത്തിയായത്. പഠനം പൂർത്തിയായപ്പോൾ ഗുരു ശിഷ്യന് ഒരു മാന്ത്രിക കണ്ണാടി നൽകി. അതിലൂടെ നോക്കിയാൽ ആരുടെ മനസ്സിലെയും ചിന്തകൾ അറിയാം. ശിഷ്യൻ ആദ്യം ഗുരുവിൻ്റെ നേരെ കണ്ണാടി തിരിച്ചു. ഗുരുവിലെ അഹങ്കാരഭാവം കണ്ട് അവൻ ഞെട്ടി. പുറത്തിറങ്ങി ആളുകളെ കണ്ണാടിയിലൂടെ നോക്കി. എല്ലാവരിലും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. വീട്ടിലെത്തിയപ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും നേരെ അവൻ കണ്ണാടി തിരിച്ചു. അവരുടെ ചിന്തകളിലും പ്രശ്നങ്ങൾ. നിരാശനായ ശിഷ്യൻ ഗുരുവിനടുത്തെത്തി പറഞ്ഞു, ഒരു നല്ല വ്യക്തിയെപ്പോലും എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ടാണ് ഈ ലോകം ഇങ്ങനെ? ഇത് കേട്ട് ഗുരു ആ കണ്ണാടി വാങ്ങി ശിഷ്യന് നേരെ തിരിച്ചു പിടിച്ചു. അപ്പോൾ അവൻ്റെ ഉള്ളിലെ അസൂയയും ദുർവാശിയും ദൃശ്യമായി. ഗുരു പറഞ്ഞു, ഞാൻ നിനക്കിത് തന്നത് ഇതിൽ നോക്കി സ്വന്തം പോരായ്മകൾ തിരുത്താനാണ്, മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കാനല്ല. മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കുന്നവരുടെ ഏറ്റവും വലിയ പോരായ്മ സ്വന്തമായി നോക്കാൻ ഒരു കണ്ണാടി ഇല്ല എന്നതാണ്. കണ്ണുകൾ പുറത്തുള്ളവയെ കാണാൻ സഹായിക്കൂ. ഇടയ്ക്കെല്ലാം സ്വന്തം ഉള്ളിലേക്ക് നോക്കാനുള്ള കണ്ണാടികൾ നമുക്കും ഉപയോഗിക്കാൻ ശീലിക്കാം. ശുഭദിനം.